ഹരി ഓം. ഭാരതത്തിൻ്റെ അയൽരാജ്യമായിരിക്കുന്ന ബംഗ്ലാദേശിൽ വളരെ വ്യാപകമായ രീതിയിൽ മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്നറിയുന്നത് അത്യന്തികം ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്. വളരെ കാലമായി ക്രൈസ്തവ വിഭാഗത്തെ ആക്രമിച്ചുകൊണ്ടിരുന്നു, അവരുടെ പല പള്ളികൾ തകർത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ അത് വളരെ വ്യാപകമായിട്ട് ഹൈന്ദവ പ്രസ്ഥാനങ്ങൾക്ക് നേരെ തിരിയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇസ്കോൺ സ്ഥാപനത്തിൻ്റെ സന്യാസിയായിരിക്കുന്ന, സമ്പ്രദായത്തിൽ സന്യാസിയായിരിക്കുന്ന ചിന്മോയ് പ്രഭു എന്ന സന്യാസിയെ അവിടെ മതന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് പ്രഭാഷണങ്ങളും ഒക്കെ നടത്തിയതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഭരണകൂടം ജയിലിലടച്ചിരിക്കുന്നത്. അതായത് പീഡിപ്പിക്കപ്പെടുന്നു, തങ്ങളുടെ സ്വത്വം പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നതിനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത വണ്ണം ബംഗ്ലാദേശ് ഭരണകൂടം മതാന്ധതയ്ക്ക് കീഴടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് അതിനെ കാണാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ആ സന്യാസിയെ അറസ്റ്റ് ചെയ്തതോടൊപ്പം തന്നെ ഒരു ക്ഷേത്ര പൂജാരിയെ, ഹൈന്ദവ ക്ഷേത്ര പൂജാരിയെ അടിച്ച് കൊല്ലുക കൂടി ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സംഭവം മാത്രമല്ല, അവിടെ മറ്റൊന്നുകൂടി വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നുകൂടി സംഭവിച്ചിട്ടുണ്ട്. അത് കൊടും തീവ്രവാദിയായിരുന്ന ഒരു മനുഷ്യനെ പൊതുസമൂഹത്തിലടക്കം അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു തീവ്രവാദിയെ ജയിലിൽ നിന്ന് തുറന്നു വിടുന്ന സാഹചര്യമുണ്ടായി. അയാൾ ജയിലിൽ നിന്ന് മോചിതനായ ഉടൻ തന്നെ ആവശ്യപ്പെട്ടത് ബംഗാളിനെയും ബംഗ്ലാദേശിനെയും ചേർത്ത് ഭാരതത്തിൻ്റെ ബംഗ്ലാദേശിനെ ചേർത്തുകൊണ്ട് ഭാരതത്തിൻ്റെ ബംഗാളിനെ ചേർത്തുകൊണ്ട് ബംഗ്ലാദേശിലേക്ക് ചേർത്തുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടത്തണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇസ്ലാം എന്നൊരു ശക്തി മാത്രം ദേശത്ത് മതി. ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത് മറ്റൊരു മതത്തിനും പ്രവർത്തിക്കുന്നതിനോ തങ്ങളുടെ ആദർശത്തിനനുസരിച്ച് ധർമ്മത്തിനനുസരിച്ച് ജീവിക്കുന്നതിനോ ഉള്ള സ്വാതന്ത്ര്യം നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന സൂചനയാണ് അവർ ബംഗ്ലാദേശ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഇതിൽ വ്യാപകമായും ലോകത്തെമ്പാടുമുള്ള ഹൈന്ദവ സമൂഹം പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. വിശേഷിച്ചും വിശ്വഹിന്ദു പരിഷത്ത് വളരെ വ്യാപകമായിട്ട് ഇതിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ഡിസംബർ മാസം 10-ാം തീയതി ദേശത്തെമ്പാടും ഹൈന്ദവ സമൂഹം ഈ ഒരു ന്യൂനപക്ഷ ധ്വംസനങ്ങൾക്കെതിരെ, ബംഗ്ലാദേശിൻ്റെ ന്യൂനപക്ഷ ധ്വംസനങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായിട്ട് തെരുവിലിറങ്ങി സമരം ചെയ്യുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. തെരുവിലിറങ്ങി സമരം ചെയ്യുന്നതിനും ഈ തെരുവിലിറങ്ങി സമരം ചെയ്യുന്നതിനും എല്ലാ ഹൈന്ദവ സന്യാസിമാരും, വിശേഷിച്ച് മാർഗദർശക മണ്ഡലം വിശേഷ രൂപത്തിൽ അതിന് പ്രാധാന്യത്തോടു കൂടി ഏറ്റെടുത്തുകൊണ്ട് അതിന് നേതൃത്വം നൽകുകയും അതിനെല്ലാ പിന്തുണയും നൽകുകയും ചെയ്യും എന്ന് നിശ്ചയിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ഹൈന്ദവ സമാജത്തെ ജാഗ്രതയോടുകൂടി ഇതേത് നിമിഷത്തിലാണ് നമ്മുടെ ദേശത്ത് ഈ പറയുന്ന കേരള പ്രദേശത്ത് സംഭവിക്കുക എന്നുള്ളത് അത്യധികം ഉത്കണ്ഠ ഉണ്ടാക്കുന്നതാണ് എന്നേ കരുതാൻ കഴിയുന്നുള്ളൂ. അത് എപ്പോൾ പുറപ്പെടും എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ശങ്ക. ആ ഒരു ജാഗ്രത കൂടി നമ്മുടെ സമാജത്തിനകത്ത് ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നതിനെതിരെ ഇങ്ങനെയൊരു ഹൈന്ദവ സ്വരം ദേശത്തെമ്പാടും ഉണർത്തിക്കൊണ്ടുവരുവാൻ വിശ്വഹിന്ദു പരിഷത്തും മാർഗദർശക മണ്ഡലം ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ ഭേദമന്യേ, മതഭേദമന്യേ എല്ലാ ഹിന്ദുക്കളും ഈ ഒരു പ്രവർത്തനത്തിൽ, വിശ്വഹിന്ദു പരിഷത്തും മാർഗദർശക മണ്ഡലവും നടത്തുന്ന ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കാളികളാകണം. ബംഗ്ലാദേശിൻ്റെ മതധ്വംസനത്തിനെതിരെ പ്രതികരിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഹരി ഓം.